പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണിക്കാം. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സ്മിത എന്ന നേഴ്സിൻ്റെയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എത്ര ക്രൂരമായാണ് ഈ ലോകം. ഇന്നലെ രാത്രിയിൽ അതായത് മിനിസ്റ്ററോടൊപ്പം ഒരു സെൽഫി എടുത്തതിന് വളരെ വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിന് വിധേയമായിരുന്നു എന്നുള്ളതാണ്. ശരീരത്തിനേറ്റ ക്ഷതം ഇതൊക്കെ നേരിൽ കാണുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട മിനിസ്റ്ററോട് പറഞ്ഞു. അപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ എത്ര വലിയ ക്രൂരമായിട്ടുള്ള സൈബർ ബുള്ളിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ക്രൂരത അത് ദയവായി അല്പം കാണിക്കരുത്. അതായത് ഒരു സൂചി പോലും ഇടാതെ ആണ് മന്ത്രി ആശുപത്രി വിട്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്ക് ഒരു പ്രേക്ഷകൻ ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിക്കാം. ആ മെസ്സേജിൽ ഈ ചിത്രം നൽകിയിട്ടുണ്ട്. അതായത് ഒരു പത്രത്തിലെ ഏതൊരു ഓൺലൈൻ പത്രം ആണെന്ന് തോന്നുന്നു. ആ പത്രം ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് ഓൺലൈനിൽ. അതിൽ മന്ത്രിയുടെ ശരീരത്തിൽ ഒരു കുറിപ്പ് ചെയ്തിട്ടില്ല. അതായത് ഒരു ചാനലിൻ്റെ ആണെന്ന് തോന്നുന്നു. കൈക്ക് ഒരു സൂചി പോലും ഇടാതെ, BP-യുടെ കഫ് കെട്ടാതെ, മോണിറ്റർ സംവിധാനം വയ്ക്കാതെ 4-5 സ്റ്റാഫുകളെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗമാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അതിൽ 3 നേഴ്സുമാരെ കാണാം. അതിൽ ഡോക്ടർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ചിത്രം വെച്ചിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വീണ ജോർജിൻ്റെ കയ്യിൽ ഒരു സൂചി കുത്തിയതിൻ്റെ പാടും ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അത് ഉണ്ട് യഥാർത്ഥത്തിൽ. പക്ഷേ അത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ ജോർജ് വിദഗ്ധ പരിശോധനയ്ക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് വിദഗ്ധ ചികിത്സയ്ക്കായിട്ടാണ്. MRI സ്കാൻ രാത്രി തന്നെ ചെയ്തു. വലിയ കഴുത്തുവേദന ഉണ്ടായിരുന്നു, ഉയർന്ന രക്തസമ്മർദ്ദം. രാത്രിയിൽ മിനിസ്റ്റർ ഭക്ഷണം കഴിച്ചില്ല. ഉറങ്ങിയത് 2 മണിക്കൂർ മാത്രമാണ്. കടുത്ത ശരീരവേദനയ്ക്കൊപ്പം മിനിസ്റ്റർ മാനസികമായി ഏറെ വിഷമം അനുഭവിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. രാവിലെയും ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ നിർബന്ധിച്ച് ഒരു ഇഡ്ഡലി കഴിപ്പിച്ചു. ആഹാരം കൊടുത്തതിന് ശേഷം കിടത്തുന്നതിന് മുൻപ് ഞങ്ങൾ ICUവിലെ സിസ്റ്റേഴ്സ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് മിനിസ്റ്ററോട് ചോദിച്ചു. മിനിസ്റ്റർ ആവട്ടെ എന്ന് പറഞ്ഞു. മിനിസ്റ്റർ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ വേദന, ശരീരത്തിനേറ്റ ക്ഷതം ഇവയൊക്കെ നേരിൽ കാണുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട മിനിസ്റ്ററോട് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. മിനിസ്റ്റർ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ അങ്ങനെ എടുത്തതാണ്. എൻ്റെ ഉൾപ്പെടെ പിന്തുണ അറിയിക്കൽ കൂടിയാണ്. മന്ത്രി എന്നതിനും അപ്പുറം സഹോദര തുല്യമാണ് ഞങ്ങളോട് ഇടപെട്ടത്. ഞങ്ങൾക്കും കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ മിനിസ്റ്ററോട് അത്രയും അടുപ്പമുണ്ടായി. അതുകൊണ്ടാണ് ഈ ഫോട്ടോ എടുത്തത്. മിനിസ്റ്റർ അഭിനയിച്ചു, നാടകം കളിച്ചു എന്ന പ്രചാരണം മനുഷ്യത്വമില്ലായ്മയാണ്. മിനിസ്റ്റർക്കെതിരെയുള്ള വ്യക്തിപരമായ പ്രചരണങ്ങളിലെ അസത്യം ഞങ്ങൾ നേരിട്ട് തിരിച്ചറിയുന്നു. ആക്ഷേപിക്കുന്നവരോട് മന്ത്രി കാനുല ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഭാഗത്ത് ഭക്ഷണ സമയം ഡിസ്കണക്ട് ചെയ്തതാണ്. സൂചി ഇട്ടിട്ടുണ്ട്. മുൻപ് ഇട്ടയിടത്ത് നിറം മാറ്റം ഉണ്ടായതുകൊണ്ട് കൈത്തണ്ടയുടെ ലോവർ ഭാഗത്താണ് ഇട്ടത്. ഇത്ര ക്രൂരതയരുത്, ദയവായി അല്പം ദയ കാണിക്കുക എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. പ്രേക്ഷകൻ എനിക്ക് കയ്യിൽ ഈ കാനുല ഇട്ടതിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങൾ കൂടി അയച്ചു തന്നിട്ടുണ്ട്. അതും ഈ പോസ്റ്റിൽ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വീണ ജോർജിന് ചികിത്സ കിട്ടൂ എന്ന ചോദ്യത്തിന് വാസ്തവം വീണ ജോർജിനെ ചികിത്സിച്ചു എന്ന് തന്നെയാണ്. കാര്യം വീണ ജോർജിൻ്റെ കഴുത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നേരത്തെയും കഴുത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ള ഒരു ക്ഷതം സംഭവിച്ചു എന്നുള്ളത് വാസ്തവമാണ്. സർജറി ഒന്നും വേണ്ടി വന്നില്ല. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പരിയാരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു മനുഷ്യർക്ക് പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിയാക്കുന്നതിന് ഒരു മനുഷ്യൻ തിന്നി വീഴുന്നത് കണ്ടാൽ പെട്ടെന്ന് ചിരി ഒരുപക്ഷെ തോന്നിയേക്കാം. പക്ഷേ ആ തള്ളി വീഴുന്നയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയ ചിരിമായി. അപ്പോൾ അതുകൊണ്ട് ഒരാളെ ആശുപത്രിയിൽ പ്രവേശിച്ചു എന്നറിയുമ്പോൾ നമ്മളൊരു മിനിമം മനുഷ്യത്വം കാണിക്കുക എന്നുള്ളതാണ്. വിമർശനമൊക്കെ ആവാം, പക്ഷേ അതിനെല്ലാത്തിനും ഒരു പരിധി വേണം സാർ.